ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. ഓരോ ഫാമിലിയോടും ഓരോ പെൺകുട്ടിയോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. ഭർത്താവിന്റെ വീട്ടുകാര് വീടിന്റെ അകലെയുള്ള ഒരു റൂമില് ഒരു പെണ്ണിനെ പൂട്ടിയിട്ടതാണ് ഈ കാണുന്നത്. ദിവസങ്ങളോളം മാസങ്ങളോളം ഇതിനെ പട്ടിണിക്കിടുകയും ചെയ്തു. ഒരു കൈ കൊണ്ട് മറ്റേ കൈയിലെ കെട്ടഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ ഒരു സൈഡിലേക്കും മറ്റേ കൈ വേറെ സൈഡിലേക്കും ആയിട്ടാണ് കെട്ടി വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടി ഒളിച്ചോടി പോയതാണെന്നും അവിഹിതം ഉണ്ടെന്നും ഈ ഭർത്ത വീട്ടുകാര് നാട്ടുകാരോട് മുഴുവൻ വരുത്തി തീർത്തു. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് നടത്തിയ തെരച്ചിലില് ഒരു വീട്ടിൽ ഇങ്ങനെ അടച്ചിട്ടതായിട്ട് കണ്ടെത്തുകയും പിന്നീട് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. നിലവില് ഭർത്താവിന്റെ വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും എല്ലാ സ്ത്രീകളെയും അവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവിഹിതം ഉണ്ട് എന്നുള്ളത്. അത് അവിഹിതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ട് എന്നുള്ളത് ആ ലേഡി അവിടുന്ന് ഡിവോഴ്സ് ആയിട്ട് പോയാലോ അല്ലെങ്കിൽ ആ സ്ത്രീധനം പോലുള്ള കാര്യസാധ്യങ്ങൾ ഉണ്ടെങ്കിലോ ഉറപ്പായി ആ പെണ്ണിന് അവിഹിതം ഉണ്ട്. അതുകൊണ്ടാണ് അവൾ ഇവിടെ നിൽക്കാത്തത്, അവൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്, അവൾ ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കാറില്ല, ഇങ്ങനെയാണ് പറയാം. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്, എന്നെ പട്ടിണി കിട്ടിയിട്ടുണ്ട്. ഉപദ്രവിക്കപ്പെട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ സമയത്ത്, അതായത് എൻ്റെ ഷോൾഡർമെന്നൊക്കെ കൈയൊക്കെ വിട്ടുപോയി, ദേഹമാസകലം ഇഞ്ചുറി ആയി, പല പ്രശ്നങ്ങളും ആയതുകൊണ്ടായിരിക്കും എന്തോ എനിക്ക് അവിഹിതം ഉണ്ടെന്ന് ഇതുവരെ അവർ പറഞ്ഞില്ല. അതെന്നെ വലിയൊരു സമാധാനം. അത് മാത്രം ഞാൻ കേൾക്കേണ്ടി വന്നില്ല. എല്ലാവരും അറിഞ്ഞു പോയല്ലോ ഇത്രയൊക്കെ പറ്റി, എനിക്ക് ഇഞ്ചുറികളൊക്കെ പറ്റി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞുവല്ലോ. ഒരു സ്ത്രീക്ക് ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ 17-14 ലോകവും കണ്ടിട്ടായിരിക്കും ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ അവൾക്ക് ഒരു അസാമാന്യ ധൈര്യമാണ്. ഈ ഭദ്രകാളിയുടെ ധൈര്യം എന്നൊക്കെ പറയാറുണ്ട്, അതുപോലൊരു ധൈര്യമാണ് പെണ്ണിന്. കുഞ്ഞിനെ കൂടി പട്ടിണി കിടന്നു എന്ന് കാണുമ്പോൾ എന്നെ പോലെ ഒരമ്മയും സഹിച്ചോണ്ട് നിൽക്കില്ല. അവിഹിതമാണ്, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെണ്ണിനെ റൂമിലിട്ട് പൂട്ടിയിരിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു അന്വേഷണം അല്ലേ, തൂക്കിക്കൊല്ലാനുള്ള വിധിയൊന്നും വരുത്താൻ പോണില്ലല്ലോ. ശരീരത്തിൽ ഉപദ്രവിക്കപ്പെട്ട പാടുമായിട്ട് മനസ്സിലേറ്റ ട്രോമയുമായിട്ട് ഈ പെണ്ണ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കും. ഇത് ചെയ്തു കൂട്ടിയ ആൾക്കാരോ കുറച്ച് ദിവസം കേസ് കനിയാം, പിന്നെ അവർ സുഖമായിട്ട് ജീവിക്കും. അതാണ് ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത്. അവനവന്റെ തടി നോക്കിയാൽ അവനവന് ജീവിക്കാം. Okay girls, if you are facing a difficult situation, you can escape immediately on spot. Okay, നമ്മൾ നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും നോക്കേണ്ട കാര്യമില്ല. Escape immediately. Bye.